ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളൊരു പുതിയ വീക്കിലാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ വീക്കിൽ നമുക്ക് ഏവർക്കും നല്ല നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുവാനും നല്ല നല്ല കാര്യങ്ങൾ നടക്കുവാനും ആദ്യമായിട്ട് തന്നെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്, ഇന്നലെ എൻ്റെ ചാനൽ ലോജിക്കൽ ടോക്സിലൂടെ ഞാനൊരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു. അത് മറ്റൊന്നും തന്നെയല്ല, നമ്മുടെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോയാണ്. അപ്പോൾ അതിൽ നല്ല നല്ല റെസ്പോൺസസ്, കൂടുതലും നല്ല നല്ല റെസ്പോൺസസ് ആണ്, പോസിറ്റീവ് റെസ്പോൺസസ് ആണ് ആ വീഡിയോയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു മൈനോറിറ്റി പെർസെൻറ്റേജ് നെഗറ്റീവ് കമൻസുകളും വന്നിട്ടുണ്ട്. ആദ്യമായി ഈ കമൻസ് രേഖപ്പെടുത്തിയോട്, ഇപ്പോൾ പോസിറ്റീവ് കമൻസ് ആണെങ്കിലും നെഗറ്റീവ് കമൻസ് ആണെങ്കിലും രേഖപ്പെടുത്തിയോട് ആദ്യമായിട്ട് എൻ്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ ഇവിടെ എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, എനിക്ക് തോന്നുന്നു ഡെഫിനറ്റ്ലി പോസിറ്റീവ് കമൻസ് ഷെയർ ചെയ്തവർ എനിക്ക് തോന്നുന്നു ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ മെമ്പേഴ്സ് ഗ്രൂപ്പ് ആയിരിക്കാം മെയിൻലി മെജോറിറ്റിയും അതിൻ്റെ കമൻസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നെഗറ്റീവ് കമൻസ് കിട്ടിയിരിക്കുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി ഇവിടെ നിലനിൽക്കാൻ പാടില്ല എന്നുള്ള ഒരു അപ്രോച്ചുള്ള ആൾക്കാർ. അത് ചിലപ്പോൾ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി ഇവിടെ കോമ്പറ്റീറ്റേഴ്സ് ആയിരിക്കാം. ഇപ്പോൾ നമ്മളൊരു പൊതുവെ ഒരു ചൊല്ല് പറയാറുണ്ടല്ലോ, ഇപ്പോൾ ഒരു ഡോക്ടറിൻ്റെ ശത്രു വേറെ മറ്റൊരു ഡോക്ടറായിരിക്കാം, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിൻ്റെ ശത്രു മറ്റൊരു എഞ്ചിനീയർ ആയിരിക്കും. അതുപോലെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ശത്രു ഡെഫിനറ്റ്ലി വേറെ ഒരു എക്സ് ഓർ വൈ കമ്പനി ആയിരിക്കാം. അതാണ് ഒരു നേച്ചർ ഓഫ് ലോ. അതിപ്പോൾ ആരും ന്യായീകരിച്ചാലും ന്യായീകരിച്ചില്ലെങ്കിലും അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് തോന്നിയ ഒരു തോട്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാനൊരു ഒഫീഷ്യലി ഒരു ഫോർമലി സംസാരിക്കാനുള്ള ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ ഒരു ചാനൽ രൂപീകരിച്ചിരിക്കുന്നത് ജസ്റ്റ് ഒബ്സർവേഷൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ എൻ്റെ ഒരു ഒബ്സർവേഷൻ അതിൽ നിന്ന് എനിക്ക് തോന്നിയത്, ഈ നെഗറ്റീവ് കമൻസ് ഇട്ട ആൾക്കാരുണ്ട്, അത് മൈനോറിറ്റി പെർസെൻറ്റേജ് ആണ്. എനിക്ക് തോന്നുന്നത് ഹാർഡ്ലി ഒരു 5% അല്ലെങ്കിൽ ഒരു 2% ആൾക്കാരാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം, അതുപോലെ കമൻസ് വായിച്ചപ്പോൾ തോന്നിയ ഒരു കാര്യം, ഈ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ കുറേയധികം ജനങ്ങൾ പൈസ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലരും പല പല പ്രതീക്ഷകളോടുകൂടിയാണ് ഒരു കമ്പനിയിൽ പൈസ നിക്ഷേപിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിക്ഷേപിച്ച ആൾക്കാരെ അവഹേളിക്കുവാനോ അല്ലെങ്കിൽ അവരെ ചീത്ത പറയുവാനോ ആരാണ് നമുക്ക് ഇവിടെ അധികാരം തന്നിരിക്കുന്നത്? എനിക്ക് ഇവിടെ ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, വർഷങ്ങൾക്ക് മുമ്പ് സുഹൃതം എന്ന് പറഞ്ഞ സിനിമ റിലീസായിട്ടുണ്ട്. മമ്മൂട്ടിയാണ് ആ സിനിമയിൽ നായകൻ. എനിക്ക് തോന്നുന്നു MT വാസുദേവൻ സാർ, നമ്മുടെ MT സാറാണ് അതിൻ്റെ അകത്ത് തിരക്കഥ എഴുതിയിരിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ആ സുഹൃതം സിനിമയിൽ മമ്മൂട്ടി ഒരു ഡയലോഗ് പറയുന്നുണ്ട്, എനിക്കത് സംഭവിച്ചില്ലല്ലോ എന്നുള്ള ഒരു ആഹ്ലാദ പ്രകടനമാണ് ഈ സഹതാപം. അപ്പോൾ ഈ കമൻസിൽ വന്ന് സഹതപിച്ചവരുണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് കമൻസുകൾ ഇട്ടവരുണ്ട്. അപ്പോൾ അവരുടെ അതൊരു ആഹ്ലാദ പ്രകടനം ആയിട്ടാണ് എനിക്കത് തോന്നിയത്. അവർക്കത് സംഭവിച്ചില്ലല്ലോ എന്നുള്ളൊരു ആഹ്ലാദ പ്രകടനം. അപ്പോൾ നേരെ മറിച്ച് ഒരു മനുഷ്യത്വം അല്ലെങ്കിൽ ഇത് നമ്മളൊരു സാംസ്കാരിക കേരളത്തിൽ നിൽക്കുമ്പോൾ, ഇപ്പോൾ മറ്റുള്ളവരുടെ ഒരു വിഷമം കാണുമ്പോൾ അതിൽ ആഹ്ലാദിക്കുന്നത് നമ്മുടെ മാന്യതയ്ക്ക് ചേർന്നതാണോ? അത് നമ്മൾ ഓരോരുത്തരും സ്വയം പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പെർഫെക്റ്റ് ആണോ എന്നുള്ളത് ആദ്യം പരിശോധിക്കുക, എന്നിട്ട് ക്രിട്ടിസൈസ് ചെയ്യുക എന്ന് പറഞ്ഞ് ഞാൻ എല്ലാം തികഞ്ഞ ഒരു വ്യക്തിയെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ജനറലി പറയുന്നതാണ് ഒരു ആശയം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ പല പല പ്രതീക്ഷകളോടുകൂടി പലരും ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി എന്ന കമ്പനിയിൽ പൈസ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ചിലർ കല്യാണ ആവശ്യത്തിന് വേണ്ടി മാറ്റിവെച്ചിരുന്ന പണമായിരിക്കാം, അല്ലെങ്കിൽ വീട് പണിക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്ന പണമായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെച്ചിരുന്ന പണമായിരിക്കാം. അങ്ങനെ വലിയ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇപ്പോൾ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയിൽ മെമ്പേഴ്സായിട്ട് വന്നിട്ടുള്ള ആൾക്കാർ അതിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവരെ ഇവിടെ അത് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, പല പല പേരുകൾ വിളിച്ചുകൊണ്ട് അവഹേളിക്കുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ചേരുന്നതാണോ എന്ന് ആദ്യം പരിശോധിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ സെൽഫ് ക്രിട്ടിസൈസ് ചെയ്തതിന് ശേഷം മാത്രം ബാക്കിയുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിരുന്ന പോലെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ കേസിലോട്ട് വരാം.
ഇപ്പോൾ 2 ദിവസം മുമ്പേ നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സെഷൻസ് കോർട്ട് അഥവാ കീഴ്ക്കോടതിയുടെ ഓർഡർ റദ്ദാക്കുകയും ചെയ്തു. വെറും മണിക്കൂറുകൾ കൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ അത് വീണ്ടും റീഇനിഷ്യേറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് നമുക്ക് ഈ വരും ദിവസങ്ങളിൽ കാണേണ്ടിയിരിക്കുന്നത്. കാരണം ആ റിപ്പോർട്ടിൽ ക്ലിയറായിട്ട് പരാമർശിച്ചിട്ടുണ്ട്, സെഷൻസ് കോർട്ട് അഥവാ സ്പെഷ്യൽ കോർട്ട് വീണ്ടും ഹൈറിച്ചിൻ്റെ പെറ്റീഷൻ സ്വീകരിക്കുകയും അവരുടെ പെറ്റീഷൻ പുനർപരിശോധിക്കുകയും അവരുടെ ബിസിനസ് ഓപ്പറേഷനെ കുറിച്ച് ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിധി പ്രസ്താവിക്കണമെന്ന് ഹൈക്കോർട്ടിൻ്റെ ഒരു പരാമർശമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരിനും അഥവാ കോമ്പറ്റന്റ് അതോറിറ്റിക്കും കുറച്ച് പവേഴ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. അവർക്ക് വേണമെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും പ്രൊസീഡിങ്സ് ഉണ്ടെങ്കിൽ അത് റീഇൻസ്റ്റേറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ സർക്കാർ ഒരു 6-7 മണിക്കൂർ വ്യത്യാസത്തിൽ വീണ്ടും ആ പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റും ഫ്രീസും വീണ്ടും അത് സ്ഥിരപ്പെടുത്തി. അപ്പോൾ ആ ഒരു ആക്ഷൻ ഈ ബഡ്സ് ആക്ട് 2019 ബന്ധപ്പെട്ടിട്ട് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്കിപ്പോൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് അറിയത്തില്ല. കാരണം ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് ഒരു പദമുണ്ട്, ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലോ. നിയമത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് മാത്രമേ ബാക്കിയുള്ള ആക്ഷൻസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇപ്പോൾ സംസ്ഥാന സർക്കാരിനാണെങ്കിലും ഈ പറഞ്ഞ കോമ്പറ്റന്റ് അതോറിറ്റിക്കാണെങ്കിലും ഈ ബഡ്സ് ആക്ടിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ 30-60 ദിവസമാണ് എന്നുള്ള കാര്യം അവർക്ക് നേരത്തെ അറിയാം. അല്ലാതെ ബഡ്സ് ആക്ട് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല, 5 വർഷങ്ങൾക്ക് മുമ്പ് രൂപീകരിച്ച ഒരു ആക്റ്റാണ്. അപ്പോൾ അവർക്ക് ഓൾറെഡി ദേ ആർ അവെയർ അബൌട്ട് ദിസ് 60 days പാരാമീറ്റർ. അപ്പോൾ അത് ആ പാരാമീറ്റർ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയാണ് അവർ 71st ഡേ അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ 71st or 72nd ഡേയിൽ അവരെ പെറ്റീഷൻ ഫയൽ ചെയ്തുകൊണ്ട് അത് ഡെഫിനറ്റ്ലി ഹൈക്കോർട്ടിൻ്റെ ഒബ്സർവേഷൻ കറക്റ്റാണ്, അത് അസാധുവാവുക തന്നെ ചെയ്യും. കാരണം ബഡ്സ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാ സംഭവവും, കാരണം അതൊരു പുതിയതായിട്ട് എനാക്ട് ചെയ്ത ഒരു ആക്റ്റാണ്, ഫോം ചെയ്ത ഒരു ആക്റ്റാണ്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ മാത്രമേ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അത് സംസ്ഥാന സർക്കാരിനും കോമ്പറ്റന്റ് അതോറിറ്റിക്കും അതിനെക്കുറിച്ച് അവെയർ ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും തീർത്തും വീണ്ടും അത് റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഓർഡറിൽ പരാമർശിച്ചിരിക്കുന്ന ഇതാണ്. അവർക്ക് ആദ്യം ഓർഡർ വായിച്ചിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. ഫസ്റ്റ് അവർ ഈ പറഞ്ഞ ബഡ്സ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ബൈലോസ് അവർ ഫോളോ ചെയ്തിട്ടില്ല എന്നുള്ളത് ഞാനല്ല, ബഹുമാനപ്പെട്ട കോമ്പറ്റന്റ് അതോറിറ്റി അതിനെ നിയോഗിച്ചിരിക്കുന്ന സഞ്ജയ് കൗൾ സാർ തന്നെ ഓർഡറിൽ പരാമർശിച്ചിട്ടുണ്ട്. സോ വി ആർ അഗെയിൻ റീഇൻസ്റ്റേറ്റിംഗ് ഇറ്റ് ആൻഡ് വി വിൽ ഗോ ബിഫോർ ദ കോർട്ട് ആൻഡ് വി വിൽ സബ്മിറ്റ് ദിസ് ആപ്ലിക്കേഷൻ വിത്തിൻ 30 days എന്നാണ് ആ കോഡ് അതിൻ്റെ അകത്ത് ഈ അറ്റാച്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സഞ്ജയ് കൗൾ സാറ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം വരും ദിവസങ്ങളിൽ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി ഹൈറിച്ച് മാനേജ്മെൻറ്റ് ഇതുമായിട്ട് അപ്പീൽ പോകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം, ഹൈക്കോർട്ടിലും. അതുപോലെ തന്നെ നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ സെഷൻസ് കോർട്ടിലും ഈ ഫർദർ പ്രൊസീഡിങ്സുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രണ്ടിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും അതിൻ്റെ അപ്ഡേറ്റ്സ് വേറെ മറ്റൊന്നും വന്നിട്ടില്ല. അപ്പോൾ സോഫാർ അതിൻ്റെ അപ്ഡേറ്റ്സ് വന്നാൽ ഞാൻ ഉടനെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ പറയാനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. മറ്റൊന്നും പറയാനില്ല. ഏവർക്കും ഒരിക്കൽ കൂടി ഞാനൊരു ശുഭദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ്. താങ്ക് യു വെരി മച്ച്. Have a nice day.